ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടി സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും പ്രശസ്തനായ എഴുത്തുകാരനും രാജാവ് ജയവീറമയെപ്പറ്റി ഏറ്റവും നല്ലപോലെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ആളുമായ കിളിമാനൂർ ചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങൾ യുക്തിവാദികളാണ്, ഭക്തിവാദികളല്ല. അതേസമയം മതവിശ്വാസികളോടോ ഭക്തന്മാരോടോ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഒരു സത്യമുണ്ട്, ലോകത്ത് എല്ലാ രാജ്യങ്ങളെയും മനുഷ്യവർഗത്തിൻ്റെ ജീവിതത്തെയും ചിന്തയെയും മാറ്റിമറിച്ചത് യുക്തിബോധമാണ്. യുക്തിബോധം എന്ന് പറഞ്ഞാൽ ശാസ്ത്രബോധം തന്നെയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുനെസ്കോ ഈ 14-ാം തീയതി ലോകരാജ്യങ്ങൾ യുക്തിചിന്താ ദിനമായി ആചരിക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആഹ്വാനം നടത്തുകയും പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും സാംസ്കാരിക സംഘടനകൾ ഇന്ന് വലിയ കാര്യമായിട്ട് സെമിനാറുകളും മറ്റും നടത്തുന്നുമുണ്ട്. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രത്യേകതയുണ്ട്. പാവപ്പെട്ടവൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് കണ്ണി കണ്ട കള്ളന്മാർക്ക് തിന്നാൻ വേണ്ടി ഉള്ള സ്വർണവും മറ്റുമൊക്കെ കൊണ്ടു കൊടുക്കുന്ന, മലയാളന്മാർ പണ്ട് കത്തിച്ചുകൊണ്ടിരുന്ന ആ കർപ്പൂര ദീപം മകരജ്യോതി തനിയെ തെളിയുന്നു എന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയിരുന്നു. ഇത് ഞങ്ങൾ യുക്തിവാദി സംഘക്കാർ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മല കയറിപ്പോയി ഇത് കണ്ടുപിടിക്കുകയും അടിയും വഴക്കും കേസും ഒക്കെ ഉണ്ടാവുകയും കോടതിയിൽ കൊണ്ടുപോവുകയും കോടതി വെറുതെ വിടാൻ പറയുകയും ചെയ്തു. അന്ന് കൂടെ പോയ ആളുകളിൽ നെടുമറ്റായ വിജയകുമാർ ഇപ്പോഴും കൂടെ ഉണ്ട്. എന്നിട്ടും ആളുകൾ വിശ്വസിക്കുന്നില്ല. നമ്മുടെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ പറയുന്നത് കേരളം നവോത്ഥാന കേരളം എന്നാണ്. നവോത്ഥാന കേരളം ആയിരുന്നു. ശ്രീനാരായണനും അയ്യങ്കാളിയും അതുപോലുള്ള നവോത്ഥാന നായകന്മാർ മന്നത്ത് പത്മനാഭനും എല്ലാം വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന നവോത്ഥാന ചിന്തകളെ ആ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഇന്ന് കച്ചവട സംഘങ്ങളാക്കി മാറ്റിയിരിക്കുന്നു നിങ്ങൾക്കറിയാം. കേരളം നവോത്ഥാനമായതുകൊണ്ടാണോ കഴിഞ്ഞ വർഷം പത്തനംതിട്ടയിൽ നരബലി നടത്തിയത്? വടക്കേ ഇന്ത്യയിൽ നരബലി നടക്കുമായിരിക്കും. അയാൾ രാഷ്ട്രീയ പ്രവർത്തകനാണെന്നാണ് പറയുന്നത്, ഏതോ ഇടതുപക്ഷ പ്രവർത്തകനാണെന്നാണ് പറയുന്നത്. അയാൾ നരബലി നടത്തുകയും മനുഷ്യമാംസം വേവിച്ച് കറിവെച്ച് കൊടുക്കുകയും ആ കേസ് ഇപ്പോഴുണ്ട്. എന്ത് നവോത്ഥാനം? ഈ ഒരു ചിന്ത ഇത്തരത്തിലില്ലെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ബാധിച്ചിട്ടുണ്ട്. അതായത് ഡോക്ടർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ജ്യോത്സ്യൻ ചെയ്തു തരും, അധ്യാപകന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആദ്യമായിട്ടും ചെയ്തു തരും. അല്ലേ? ഇതാണ് എനിക്കറിയാം. പിള്ളേർ കോളേജിലും +2-നൊക്കെ ആയാൽ ഈ അമ്മമാർ ആറ്റുകാൽ രാധാകൃഷ്ണൻ്റെ അവിടെ പോയി ഏലസ് ചോദിച്ചു കിട്ടും, പേന ചോദിച്ചു കൊടുക്കും. എനിക്കറിയാം, നേരിട്ടറിയാം. പക്ഷേ ഈ ആറ്റുകാൽ രാധാകൃഷ്ണൻ്റെ മക്കൾ ഡിഗ്രി പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് നേരിട്ടറിയാം. ഒരിക്കൽ സംവാദത്തിൽ ആറ്റുകാൽ രാധാകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഇതൊന്നും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല, എന്നെ ഇത് ചാനലുകാരാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ ആറ്റുകാൽ രാധാകൃഷ്ണൻ്റെ ലക്ഷക്കണക്കിനുള്ള ഫോട്ടോകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കാണാനില്ല, വലിയ ബോർഡുകൾ ഇപ്പോൾ കാണാനില്ല. ഞാൻ ഒരിക്കൽ രാധാകൃഷ്ണനോട് ചോദിച്ചു, രാധാകൃഷ്ണൻ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാധാകൃഷ്ണന് ആ തമ്പാനൂർ ആ വാഗയുടെ മൂട്ടിൽ കണ്ണാടി വെച്ച് കൈനോട്ടം തന്നെയായിരുന്നു. ആ രാധാകൃഷ്ണൻ ചാത്തന്നൂർക്കാരനല്ലേ? തന്നെയായിരുന്നു എല്ലാം സമ്മതിച്ചു.
രാധാകൃഷ്ണൻ ഇല്ലാത്ത രോഗങ്ങളില്ല. അപ്പോൾ ഈ തന്ത്രിമാർക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമല ഈ കള്ളന്മാർക്ക് മോഷ്ടിച്ച് വിൽക്കാൻ കൊണ്ട് കൊടുക്കുന്ന സ്വർണം, ദൈവത്തിനെന്തിനാ സ്വർണം? വല്ല പൂവോ കർപ്പൂരമോ ചന്ദനമോ തിരിയോ ഒക്കെ പോയി ഒന്ന് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ പോരെ? ഈ ലോകം മുഴുവൻ ഭഗവാന്റെ അല്ലേ? ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭഗവാന്റെ അല്ലേ? കുറച്ച് അരി കൊണ്ട് കൊടുക്കാം, ശർക്കര കൊണ്ട് കൊടുക്കാം, നെയ്യ് കൊണ്ട് കൊടുക്കാം. ഈ സ്വർണ്ണം എന്തിനാ അവിടെ കൊണ്ട് കൊടുക്കുന്നത്? അവരതാർത്ത ഭക്തന്മാരാണോ? ഇപ്പോൾ തന്ത്രിമാരെല്ലാം അകത്താ, എല്ലാം അകത്ത്, ജയിലിൽ ഇടമില്ലെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ബോധക്ഷയം ആശുപത്രിയിൽ. ആലോചിച്ച് നോക്കൂ. പരശുരാമൻ കേരളത്തിൽ വന്ന് ഈ തന്ത്രി കുടുംബങ്ങളെ ഉണ്ടാക്കിയെന്നും താന്ത്രിക വിദ്യ ഇവർക്ക് തീരെഴുതി കൊടുത്തുവെന്നും പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇത് വിശ്വസിക്കുമോ? പക്ഷേ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും വിശ്വസിപ്പിക്കുന്നു. അതാണ് സത്യം. നിങ്ങളുടെ കുട്ടികളുടെ പഠനമുറിയിൽ പാഠപുസ്തകത്തിന് പുറമെ സ്കൂൾ ലൈബ്രറികളുണ്ട്, കോളേജ് ലൈബ്രറികളുണ്ട്, പഞ്ചായത്ത് ഓർ ലൈബ്രറികളുണ്ട്. ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എടുത്തു വായിക്കുന്നില്ല എന്ന് ചോദിക്കാൻ കഴിയുന്നില്ല. അമ്മമാർക്കും അച്ഛന്മാർക്കും വായിക്കാം. എനിക്കറിയാം, പകലന്തിയോളം ഓട്ടോ ഓടിച്ച് കിടക്കുന്ന ആളുകൾ വലിയ വായനക്കാരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവർ നല്ല വായനക്കാരുണ്ട്. അപ്പോൾ വായനയാണ് ഇവരുടെ എല്ലാം ചിന്തകളെ മാറ്റിമറിക്കുന്നത്. അത്തരത്തിൽ അച്ഛനമ്മമാരും ഈ മക്കളെ നയിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 90% വിവാഹവും ജ്യോത്സ്യന്മാരാണ് നടത്തുന്നത്. കുടുംബ കോടതികളിൽ, ആറ്റങ്ങ കോടതിയിലായിരുന്നാലും നെടുമങ്ങാട് കോടതിയിലായിരുന്നാലും ഒരു 10,000 കേസുണ്ട്. ഇത് 90% നാളെ നോക്കി ജ്യോത്സ്യന്മാരെ അടുത്തതാണ്. അപ്പോൾ ഒരിക്കൽ ഞാനൊരു വക്കീലിനോടും ജ്യോത്സ്യനോടും ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ പേരിൽ കേസ് കൊടുത്തൂടെ? അതൊക്കത്തില്ല. കാരണം എന്താ? ഒട്ടുവെക്കില്ലെന്നാണ് ഞങ്ങൾ പഠിച്ച പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നല്ല സമയമാണെങ്കിൽ ഒക്കും, അവിടെ എത്തിക്കാം. ഇതാണ് സത്യം. ജ്യോത്സ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സവർണർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മഹാവേദാന്തമാണ് ജ്യോത്സ്യം. പക്ഷേ ISROയുടെ പേരാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, ജ്യോതിഷാലയം. ഇവർ ജ്യോത്സ്യന്മാരാണ്. അതുകൊണ്ടാണല്ലോ നാരായണഗുരുവിനെ കണക്കുള്ളവർ ഈ ജ്യോത്സ്യന്മാരെ അവഗണിച്ചത്. നാളും ഒന്നും നോക്കാതെ കല്ലിനെടുത്ത് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സത്യം. നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കണം. നമ്മളെ കുട്ടികളെ ഇത്തരം ചിന്തയിലേക്ക് നയിക്കണം. അവരുടെ മനസ്സിൽ വെളിച്ചം പകർന്നു കൊടുക്കണം. അന്ധതയിലേക്കും അന്ധകാരത്തിലേക്കും തള്ളിവിടരുത്. ഇപ്പോൾ മിശ്രവിവാഹം ഒരു പ്രശ്നമല്ല. ധാരാളം എൻ്റെ വീട്ടിൻ്റെ ചുറ്റും 16 വീടുകളിൽ സമുദായന്മാരെയാണ് വിവാഹം കഴിച്ചത്. എൻ്റെ അനിയൻ്റെ ഒരു മോളെ മകളിലിടുന്ന മെനിയാതെ വിവാഹം കഴിച്ചു. മാറി അവൻ വലിയ വിശ്വാസി, അമ്പല ഭാരവാഹി ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിവാഹം കഴിക്കും. അതൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. അപ്പം അതൊന്നൊരു പ്രശ്നമല്ല. അങ്ങനെ സമുദായം അങ്ങനെ മാറണം. അത് ഒന്നും മോശമല്ല. ദയവ് ചെയ്ത് വിശ്വാസികൾ പ്രാർത്ഥിക്കുക, വല്ല പൂക്കളോ എല്ലാം കൊണ്ട് കൊടുക്കുക. ഈ സ്വർണ്ണ കള്ളന്മാർക്ക് തിന്നാൻ കൊണ്ട് കൊടുക്കരുത്. ഇപ്പം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വിളിച്ചു പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കേട്ടു, ദേവിക്ക് അണിയാൻ മൂക്കുത്തി ഞാര് സ്വർണ്ണം നെറ്റിപ്പൊട്ട്. 1 ഗ്രാം സ്വർണത്തിൻ്റെ വില എന്താ ആലോചിച്ച് നോക്കൂ. ഒരിക്കലും എൻ്റെ കൂടെ നല്ല കടം ചോദിച്ചു 5000 രൂപ. എന്തിന് ഒരു നെറ്റിപ്പൊട്ട് ഒഴിച്ചു കൊടുക്കും? ഞാൻ പറഞ്ഞു എൻ്റെ പൈസ. ഇതൊക്കെ സത്യമാണ്. അപ്പം ഈ ഉപയോഗമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മളെ മക്കളെ കഴിവിനനുസരിച്ച് പഠിപ്പിച്ച് ജോലി പഠിപ്പിക്കുക, അധ്വാനിക്കാൻ പഠിക്കുക,
നല്ല ചിന്തയിലേക്ക് നയിക്കുക. ആവശ്യമില്ലാത്ത ഈ യാഗവും ഹോമവും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കേരളം മനുസ്മൃതിയും ശങ്കരസ്മൃതിയും ആയിരുന്നു ഇവിടുത്തെ ഭരണഘടന ബ്രിട്ടീഷുകാർ വരുന്നവരെ. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് 35,000 അടിമകളുണ്ടായിരുന്നു. വേടർ, കുറവർ, പറയർ, മുക്കുവർ. അതായത് ബ്രിട്ടീഷുകാർക്ക് പിന്നെ കൊടുക്കുന്നതിന് വേണ്ടി രേഖയിലുള്ളതാണ്. സാമ്പിൾ മാറ്ററിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നരബലി. ഈ കഴിഞ്ഞു പോയ രാജാവിൻ്റെ അന്ന് അതിനു മുമ്പ് ഭരിച്ച ഒരു റാണിയുടെ കാലത്ത് പോലും നരബലി നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നും അത് തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് കോൺഗ്രസിൽ ഒരു വിഭാഗക്കാർ തടഞ്ഞുവെന്നും അതിനെ പിടിച്ചുകൊണ്ട് പോയ നായരെ പിടിച്ച് തല്ലിച്ചതച്ചുവെന്നും MP ആയിരുന്ന കോൺഗ്രസ്സുകാരനായിരുന്ന C. നാരായണപിള്ളയുടെ തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നരബലി ഒരു സാധാരണ പൊതുവായിരുന്നു. എങ്കിലും രാജാവില്ലെങ്കിലും രാജ്യമില്ലെങ്കിലും മഹാരാജാക്കന്മാരായി അവരെ പൂജിക്കുക. ഇതാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയോ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളെല്ലാം വിട്ടുകൊടുത്തിട്ട് അവർ സർക്കാർ സർവീസിൽ ഓരോരോ ജോലികൾ ചെയ്തു. പക്ഷേ ഇങ്ങനെയുള്ള ജീർണ സംസ്കാരത്തെ എതിർത്തവരാണ് നമ്മുടെ നവോത്ഥാന നായകന്മാർ. ഏറ്റവും അയ്യങ്കാളി വരെ. അയ്യങ്കാളി വെല്ലുവിളിച്ചില്ലേ, രാജാവിൻ്റെ പത്തായം ശൂന്യമാകും, ജമ്മിയുടെ പത്തായം ശൂന്യമാകും. പണി മുടക്കിച്ചില്ലേ, ഞങ്ങൾ കാട്ടുചെടിയുടെ ഇല പുഴുങ്ങി തിന്നില്ലേ. എന്നിട്ട് എന്താ പറഞ്ഞേ, എൻ്റെ ആളുകൾക്ക് ഭൂമിയുണ്ട്, ഭൂമി വേണം. അങ്ങനെ 500 ഏക്കർ നെടുമങ്ങാട് പുറമ്പോക്ക് ഭൂമി കണ്ടുപിടിച്ചു കൊടുത്തു, പതിച്ചു കൊടുക്കാൻ. ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷേ നായന്മാരെടുത്ത് ഒളിച്ചു വെച്ചു. ഇതാണ് കേരളം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് തിന്മകൾ നമ്മുടെ നാട്ടിൽ തിരിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് പാടുപെട്ട് ഈ അച്ഛനമ്മമാരും മക്കളുമൊക്കെ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും പോയി ഉണ്ടാക്കിയ പണത്തിൻ്റെതാണ്, അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സാമ്പത്തിക വളർച്ചയൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആശയപരമായി ഇപ്പോഴും അന്ധകാരത്തിൻ്റെ പടിമുഴിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ മോചിതരാകണം എന്ന് ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ സംസാരം 100 പേരുടെ കേൾക്കുമ്പോൾ 2 പേരുടെ മനസ്സ് മാറിയാലും അതൊരു വലിയ കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും തൽക്കാലം ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.